അതിപ്രധാനപ്പെട്ട കാര്യമാണ് പ്രാർത്ഥിക്കുക എന്നുള്ളത്. ദൈവത്തോട് പ്രാർത്ഥിക്കുക, ജീവനുള്ള ദൈവത്തോട് പ്രാർത്ഥിക്കുക. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, നിസ്സാര കാര്യം പറഞ്ഞുകൊണ്ട് കുഞ്ഞുങ്ങൾ വരെ ആത്മഹത്യ ചെയ്യുന്നു. ഇവിടെ നമുക്ക് കണ്ടില്ല, തൃപ്പൂണിത്തുറയിൽ, എറണാകുളത്തൊക്കെ ചെറിയ വിഷയങ്ങളുണ്ടായി, മൊബൈൽ കൊടുത്തില്ല, അല്ലെങ്കിൽ അമ്മ വഴക്ക് പറഞ്ഞു, മാർക്ക് പറഞ്ഞു എന്നുള്ള കാരണം കൊണ്ടൊക്കെയും കുട്ടികൾ ഓടിപ്പോയി ആത്മഹത്യ ചെയ്യുന്നു. അതുപോലെ വിവാഹം കഴിഞ്ഞൊരു വിവാഹബന്ധം വേർപെടുത്തി ജീവിക്കുന്നു. ഇതിൻ്റെ എല്ലാം പുറകിൽ പ്രവർത്തിക്കുന്നത് ഇരുട്ടിൻ്റെ ശക്തിയായ സാത്താനാണ്. ഈ സാത്താനെ ജയിക്കുവാനായിട്ട് നമുക്ക് വേണ്ടത് സാത്താനെ ജയിച്ചവനായ യേശുവിനെ നമ്മുടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുക എന്നുള്ളതാണ്. അത് പ്രാർത്ഥനയിലൂടെ നമുക്ക് ഈ പ്രതിബന്ധങ്ങളെല്ലാം അതിജീവിക്കുവാനായിട്ട് പറ്റും. പ്രിയപ്പെട്ടവരെ, കർത്താവായ ഈശോ നമുക്ക് പകരമായി ക്രൂശിൽ നമുക്ക് പകരമായി മരിക്കുവാനിടയായി തീർന്നു. യേശുവിലൊരു പാപവുമില്ലായിരുന്നു. പാപമില്ലാത്ത ഈശോ പാപിയായി എനിക്കും താങ്കൾക്കും പകരമായി ക്രൂശിൽ മരിച്ചു. അതത്രേ നല്ല വർത്തമാനം, സദ്വർത്തമാനം, സുവിശേഷം. ഇന്ന് ഞങ്ങൾ ഈ ജംഗ്ഷനിൽ സുവിശേഷം പങ്കുവെക്കുമ്പോൾ നിങ്ങളെ മൂടിയിരിക്കുന്ന ശാപക്കെട്ടാണോ, മരണഭീതിയാണോ, മദ്യപാനമാണോ, മറ്റെന്തെല്ലാം ലഹരിക്ക് അടിമപ്പെട്ട് നിങ്ങൾ മുന്നോട്ട് പോകുന്നവരെങ്കിൽ യേശുവിനെ വിളിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതം രൂപാന്തരപ്പെടുത്തും. അതിനു വേണ്ടിയിട്ടാണ് യേശു കർത്താവ് ഈ ലോകത്തിൽ കടന്നു വന്ന് നമുക്ക് പകരമായി മരിച്ചത്. തോപ്പുംപടിയിൽ ഞങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, തിരക്കേറിയ ഈ രാവിലെ സമയത്ത് ഈ തോപ്പുംപടി ജംഗ്ഷനിൽ ഞങ്ങൾ ദൈവത്തിന്റെ വചനമായി നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ നിങ്ങളുടെ ജീവിതങ്ങളെ യേശുവിനായി നിങ്ങൾ സമർപ്പിച്ചാൽ, എത്ര കഠിനമേറിയ പ്രതിസന്ധിയിലൂടെ നീ കടന്നു പോകുന്ന വ്യക്തിയെങ്കിലും ഇന്ന് പകൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തയ്യാറാണ്. നിങ്ങളുടെ വേദനകളെ ആരും അറിയുന്നില്ലായിരിക്കാം. ഒരുപക്ഷെ നീ കരയുന്നത് നിന്റെ ഭർത്താവ് അറിയുന്നില്ല, നീ കരയുന്നത് നിന്റെ ഭാര്യ അറിയുന്നില്ല, നിന്റെ മക്കൾ അറിയുന്നില്ല. നീ അതെ വളരെ കണ്ണുനീരോടുകൂടി എന്തൊരു ജീവിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ജീവിതം ഇനി മതിയാക്കിയേക്കാൻ വിചാരിച്ചുകൊണ്ട് ആത്മഹത്യയല്ലാതെ ഇനി ഒരു വഴിയില്ല എന്ന് പറഞ്ഞ് ഒരുപക്ഷെ ചിന്തിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. എന്നാൽ യേശുവിന് നിങ്ങളെ സഹായിക്കാനായിട്ട് പറ്റും. നിങ്ങളുടെ ജീവിതങ്ങൾ നിന്റെ യേശുവിനെ നിങ്ങൾക്ക് സമർപ്പിക്കാമോ? ഇപ്പോൾ ആ യേശു കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചു, അടക്കപ്പെട്ട് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു, 40-ാം ദിവസം സ്വർഗാരോഹണം ചെയ്തു. തനിക്കായി കാത്തു നിൽക്കേണ്ട രക്ഷയ്ക്ക് വേണ്ടി യേശു കർത്താവ് വാനമേഘങ്ങളിൽ വീണ്ടും വരും. ഈ ലോകത്ത് സംഭവിക്കാൻ പോകുന്ന ഏറ്റവും വലിയ സംഭവം യേശുക്രിസ്തുവിന്റെ വരവാ. ഈ തോപ്പുംപടിയിൽ, എറണാകുളത്ത് തോപ്പുംപടിയിലുള്ള സ്നേഹിതരെ നിങ്ങളെ ചേർക്കുവാനായിട്ട് യേശു വരാൻ താല്പര്യപ്പെടുകയാണ്. എന്ത് ചെയ്യണം? നമ്മൾ അന്ധവിശ്വാസങ്ങളെ വിട്ട്, മതാചാരങ്ങളെ വിട്ട്, മതകർമ്മങ്ങളെ വിട്ട് യേശുക്രിസ്തു എനിക്ക് പകരമായി എൻ്റെ പാപം വഹിച്ചുകൊണ്ട് മരിച്ചു, ഞാനത് വിശ്വസിക്കുന്നു പറഞ്ഞുകൊണ്ട് യേശുവിൽ വിശ്വസിച്ച് യേശുവിനെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുക. അങ്ങനെ നിങ്ങൾക്ക് ദൈവത്തിന്റെ മക്കളായി തീരാൻ പറ്റും. ഈ യേശുവിനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളായി തീരാൻ പറ്റുമെന്ന് ദൈവത്തിന്റെ വചനം പറയുകയാണ്.